Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. സ്ട്രെങ്സ് വളരെ കുറവാണല്ലോ. നമ്മൾ ഡെയിലി കയറുന്നവര് ഇല്ലാന്ന് തോന്നണല്ലേ? ഓക്കെ, ഇപ്പൊ കുറച്ചൊരു വെയിറ്റ് ചെയ്താണ് നിങ്ങൾ. കുറച്ച് പേരെങ്കിലും ആവുന്നല്ലേ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തർ വരുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോർമൽ എനിക്ക് തോന്നുന്നു ഡെയിലി കയറുന്നവരൊക്കെ തന്നെ വന്നിട്ടുണ്ട് അല്ലെ? കുറച്ച് പേര് ലേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പുതിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട്. മിസ്സിന്റെ പോർഷനിൽ ഈ ഒരു ചാപ്റ്റർ ആണ് ഇനി എടുക്കാനുള്ളത്. ഹൗസ് കീപ്പിംഗ് സർവീസസ് എടുത്തിട്ടില്ലല്ലോ ഈ ഒരു ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഏതായിരുന്നു ചാപ്റ്റർ നമ്പർ? 26. 26 അല്ലെ? ദെൻ ഹൗസ് കീപ്പിംഗ് സർവീസസ് വേറെ മിസ്മാരൊന്നും എടുത്തിട്ടില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ദിവസമായി നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടല്ലേ? കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. ദെൻ ഹൗസ് കീപ്പിംഗ് സർവീസസ് നമ്മള് ലോണ്ടറി ആൻഡ് ലിനറ്റ് സർവീസസ് ആണ് എന്ത് പറ്റി. ഓക്കെ, അതിന് കുറച്ച് ദിവസം ലീവ് ആയിരുന്നു. കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ലീവ് ആയിരുന്നു. ദെൻ ഇന്ന് നമ്മൾ വീണ്ടും പഴയ പോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ലോണ്ടറി ആൻഡ് ലിനറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതിക്ക് മുമ്പ് പഠിച്ചു അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു ആ ചാപ്റ്റർ? നല്ല ചാപ്റ്റർ ആയിരുന്നില്ലേ? അത്യാവശ്യം നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്കത് നമ്മുടേതായ രീതിയിൽ നമ്മളത് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ ഒരു ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. നോർമലി നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലായിട്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വലിയ പഠിക്കെട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. മനസ്സിലാക്കി പഠിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൗസ് കീപ്പിംഗ് നമ്മൾക്ക് പറയുമ്പോൾ തന്നെ ആ ഒരു ടേം എന്താണ് അതിന്റെ മീനിങ്? ഹൗസ് കീപ്പിംഗ് ഇപ്പൊ നമ്മള് ഇപ്പൊ വർക്ക് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ഹൗസ് വൈഫ് എന്ന് പറയും അല്ലെ? അല്ലെങ്കിൽ ഹൗസ് ഹോം മേക്കർ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ ഈ ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു ടേം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ആണ് അല്ലെ? നമ്മൾ ടോട്ടലി ഇതിപ്പോ നമ്മുടെ വീടാണെങ്കിൽ നമ്മുടെ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലീൻ ചെയ്യും അല്ലെ? ശുചീകരണ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിനുള്ള ഈ പറഞ്ഞ ഹൗസ് കീപ്പിംഗ് എന്താ ഫെസിലിറ്റികൾ ഉണ്ടോ? ശുചീകരണ പ്രവർത്തനങ്ങള് ഈ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ? ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെ? എപ്പോഴും വെൽ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിരിക്കണം ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊരു പേഷ്യന്റ് വരുമ്പോ വളരെ ഇതായിട്ട് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ പേഷ്യന്റിന്റെ അസുഖം കൂടുതൽ എന്താ കൂടിപ്പോകും അല്ലെ? മീൻസ് കൂടുതലാവുകയും ചെയ്യിക്കോളും. ഭയങ്കര ഒരു നീറ്റ്നെസ് ഇല്ല, എപ്പോഴും ഭയങ്കര അഴുക്കും ഇതും ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര മലിനമായിട്ട് കിടക്കുകയാണെങ്കിലൊക്കെ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? മാനസികമായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും നമുക്ക് വളരെ പ്രശ്നങ്ങൾ വരാം. ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നേക്കാം അല്ലെ? അപ്പൊ ഹൗസ് കീപ്പിംഗ് ഒരു ഹോസ്പിറ്റലിനുള്ളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹൗസ് കീപ്പിംഗ് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലൂടെ ലോണ്ടറി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവാം, സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് ഏതെല്ലാം മേഖലകളിലാണ് ചെയ്യുന്നത്, അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ ആവശ്യകതയുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇന്ന് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം, ശ്രദ്ധിക്കുക. A patient coming for the time to hospital when welcomed a tidy environment as well as elegant feeling. Less than half of his misery and increase his confidence in the hospital. അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത്? A patient coming for the time to a hospital when welcomed a tidy environment. Tidy എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വൃത്തിയുള്ളത്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെ? ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ സിറ്റുവേഷൻ നോക്കാം. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട്, ഇപ്പൊ ഒരു തലവേദനയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഏരിയ അത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു അടുക്കും ചിട്ടില്ലാതെ ഒരു വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ തലവേദന കൂടും കുറയോ? എന്തായിരിക്കും?
നമുക്കിതൊക്കെ കാണുമ്പോഴേ നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കണ കാണുമ്പോ എന്തായിരിക്കും നമ്മളുടെ ഉള്ള ടെൻഷനും തലവേദനയും കൂടെയല്ല ചെയ്യുന്നത്, കുറയണോ? ഇല്ല അല്ലെ? നമുക്കത് അടുക്കി പെറുക്കി വെക്കുകയും ചെയ്യണം, പക്ഷെ നമുക്ക് അതിന് വലിയതാണ് അല്ലെ? ഇതൊക്കെ നമുക്ക് നോർമലി നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ അല്ലേ? അപ്പൊ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ പേഷ്യന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ എൻവയോൺമെന്റ് വൃത്തിയുള്ളതും അതുപോലെ എലഗന്റ് ആയിട്ടുള്ളത്. എലഗന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളത്, മീൻസ് എല്ലാം അടക്കും ചിട്ടയോട് കൂടി ഇരിക്കുന്നു. ദെൻ ഫ്ലോർ ഒക്കെ ആണെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ട് അവർ എപ്പോഴും തുടച്ച് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെ? അങ്ങനത്തേക്കുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ളതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഫീലിങ്സ്? നമ്മളുടെ അസുഖം കൂടാൻ ചാൻസ് ഇല്ല അല്ലെ? നമ്മളുടെ അസുഖം പരമാവധി നമുക്ക് കുറയും അല്ലെ? നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ നിൽക്കുന്ന ആ ഒരു എൻവയോൺമെന്റിൽ നമുക്കത് വളരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഒരു പേഷ്യന്റ് കമ്മിങ് ഫോർ ദ ടൈം ടു എ ഹോസ്പിറ്റൽ വെൽക്കം ഡേ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ആ പേഷ്യന്റിന്റെ ഹോസ്പിറ്റല് ഹൈലിയായിട്ടുള്ള വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് ആസ് വെൽ ആസ് എലഗന്റ് ഫീലിങ്സ്, മീൻസ് നല്ല ഒരു എന്താ പറയാ എലഗന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള, അതായത് ഫുൾ ക്ലീനിങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് പേഷ്യന്റിന് ലഭിക്കുന്നതെങ്കിൽ lessen half of his misery and increase his confidence in the hospital. Lessen കുറയ്ക്കുക അല്ലെ? ഹാഫ് ഓഫ് ഹിസ് മിസറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുരിതങ്ങള്, അതിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെ? അസുഖ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് ലെസൺ ചെയ്യാൻ പറ്റുന്നത്, കുറയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ളൊരു നല്ലൊരു അന്തരീക്ഷം, നല്ല വൃത്തിയുള്ളൊരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ അസുഖം പകുതി കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിനോട് ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസവും കൂട്ടാൻ സാധിക്കുന്നു അല്ലെ? ശരിയായിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ ഒരു അസുഖമായിട്ട് ചെല്ലുകയാണ് ഹോസ്പിറ്റലിൽ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നല്ലൊരു എൻവയോൺമെന്റ്. അവിടെ നല്ല എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോട് കൂടി ചെയ്യുന്നു. ഫ്ലോറും എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ടോയ്ലറ്റ്സും എല്ലാം വെൽ ക്ലീൻഡ് ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ നമ്മളുടെ ടെൻഷൻസും കാര്യങ്ങളും നമ്മളുടെ അസുഖം കുറച്ചൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിനോട് നമുക്കൊരു ആത്മവിശ്വാസം കൊടുക്കണം. ഇവിടെ എൻവയോൺമെന്റ്, നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, എന്ത് കാര്യത്തിൽ നമ്മൾ പറയും, നമ്മൾ ആദ്യം കാണുന്ന ഒരു ഇംപ്രഷൻ അതായിരിക്കും നമുക്ക് പിന്നീട് നമ്മളുടെ ഒരു ആത്മവിശ്വാസം വരുന്നത്. ക്ലിയർ ആയോ? അങ്ങനെ പോയിന്റ് ക്ലിയർ ആയോ? എന്നുവെച്ചാൽ നമ്മള് ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള ആത്മവിശ്വാസം കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ദുരിതങ്ങള്, മീൻസ് നമ്മളുടെ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ. Then housekeeping services, otherwise called environmental service, underline ചെയ്യാട്ടോ. ഹൗസ്കീപ്പിംഗ് സർവീസിന് നമ്മൾ മറ്റൊരു രീതിയിൽ വിളിക്കാം എൻവയോൺമെന്റൽ സർവീസ്. രണ്ടുപേരിലും അറിയപ്പെടുന്നത്. മെയിനായിട്ട് നമ്മൾ ഹൗസ്കീപ്പിംഗ് എന്നാണ് പറയുന്നത്, എങ്കിലും എൻവയോൺമെന്റൽ സർവീസ് എന്ന പേരിലും ഹൗസ്കീപ്പിംഗ് എന്ന് അറിയപ്പെടുന്നു. Are very important in providing safe, clean, pleasant, orderly and functional environment for both patient and hospital officials. Underline ചെയ്യാട്ടോ. ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഹൗസ്കീപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. സേഫ്, a safe, clean, pleasant, orderly and functional environment for both patient and hospital officials അല്ലെ? പേഷ്യന്റിനും അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽ ഓഫീഷ്യൽസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും മറ്റും സേഫ്, സുരക്ഷയും ക്ലീനിങ് അല്ലെ, ശുചിത്വവും അതുപോലെ തന്നെ പ്ലസന്റ് ആയിട്ടുള്ള, then orderly, order ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പക്ക ഓർഡർ ആയിട്ട് ചെയ്യുക. Then functional environment for patientsനും ഒഫീഷ്യൽസിനൊക്കെ വേണ്ടിയിട്ട് സേഫും അവരുടെ സുരക്ഷ, ക്ലീനിങ്, പ്ലസന്റ് നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഔട്ട്ലൈൻ ആണ് നമ്മൾ പറഞ്ഞത് ഹൗസ്കീപ്പിംഗ് സർവീസ് എന്താണെന്ന്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി, ഇതിലുള്ള ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം, മനസ്സിലാക്കി വായിക്കാം. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചെയ്യാത്തവര് വായിക്കുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹൗസ്കീപ്പിംഗ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എൻവയോൺമെന്റൽ സർവീസസ്. ദെൻ അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സേഫ്, ക്ലീൻ, പ്ലസന്റ്, ഓർഡർലി. ആ ഒരു പോയിന്റ്സുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, സിമ്പിൾ ആണ്, നമ്മൾ മനസ്സിലാക്കി വായിച്ചാൽ കിട്ടാവുന്ന പോയിന്റ്സുകളാണ് കേട്ടോ. വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഐഡിയ കിട്ടിയോ? ശുചീകരണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റലിനുള്ളിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ. ഓക്കെ, അറിയപ്പെടുന്ന മറ്റൊരു പേര് എൻവയോൺമെന്റൽ സർവീസസ്. ഓക്കെ, then next നോക്കാം. The three important housekeeping tasks in hospital consist of the following. അപ്പോ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ടാസ്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ അവിടെ ചെയ്യുന്ന ടാസ്കുകൾ, പ്രധാനപ്പെട്ട ടാസ്കുകളാണ് 3 നോക്കാം. ഫസ്റ്റ് വൺ ടു ക്ലീൻ ആൻഡ് നെക്സ്റ്റ് ഒന്ന് നിങ്ങൾ അത് കെട്ടിയത് ക്ലീനിങ് എന്നുള്ളതിന്റെയാണ്. ടു ക്ലീൻ എന്നുള്ളത് മീനിങ്ങിന്റെ തന്നെയാണ് ക്യാനിങ് എന്ന് അവർ എഴുതിയിരിക്കുന്നത്. അത് വേണ്ട, ഒന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. ടു ക്ലീൻ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ടു ക്ലീൻ കഴിഞ്ഞിട്ട് ആൻഡ് കഴിഞ്ഞിട്ട് ക്യാനിങ് എന്നുള്ളത് വേണ്ട, ആ വേർഡ് ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാം. ഓക്കെ, then to clean and sanitizing high-touch surface in the patient rooms and rest rooms. To clean and sanitizing high-touch surface patient റൂമിലെയും അതുപോലെ തന്നെ റെസ്റ്റ് റൂംസിലെയും ഹൈടച്ച് ആയിട്ടുള്ള സർഫേസുകൾ ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. എന്താണ് ഹൈടച്ച് സർഫേസ് ഉദ്ദേശിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? ഹൈടച്ച് സർഫേസ് പേഷ്യന്റ് റൂമിലെയും അതുപോലെ തന്നെ റെസ്റ്റ് റൂമിലേക്ക് ഹൈടച്ച് സർഫേസ് അല്ല ഐഡിയ ഉണ്ടോ? എക്സാമ്പിൾ എന്തെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ട്രൈ ചെയ്ത് നോക്കൂ. യെസ് അടിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഹൈടച്ച് സർഫേസിന്? ഒരു ഐഡിയ ഇല്ല, ശ്രമിച്ചു നോക്കൂ നിങ്ങള്. ഐഡിയ ഒന്നും ഇല്ല. സർഫേസ് എന്ന് പറയുമ്പോ എന്താണ് മീനിങ്? പ്രതലം അല്ലെ? നമ്മൾ അതിനെ സാനിറ്റൈസ് ചെയ്യുന്നതാണ്, വൃത്തിയാക്കലാണ് അല്ലെ? ഫ്ലോർ ഇല്ല. ഓക്കെ, ഹൈടച്ച് സർഫേസ്. സർഫേസ് എന്ന് പറയുമ്പോൾ പ്രതലമാണ് അല്ലെ? അപ്പൊ അത് പേഷ്യന്റ് റൂമിലെയും അതുപോലെ തന്നെ റെസ്റ്റ് റൂമിലെയും പ്രതലങ്ങള് ഹൈടച്ച് ആയിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്കറിയാവുന്ന ഒരു ടേം ആണല്ലോ. പറയാം എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഈ ഹൈടച്ച് സർഫേസ് ഉദ്ദേശിക്കുന്നത്, ഒരു എക്സാമ്പിൾ നമുക്ക് ബെഡ് റെയിൽ പറയാം. ഇല്ലേ, ബെഡ് റെയിൽസ്. എന്താണ് ബെഡ് റെയിൽസ്? ഓർക്കുന്നുണ്ടോ? ഏതോ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെഡ് റെയിൽസ്. എന്താണ് ബെഡ് റെയിൽസ്? ഈ കൂട്ടത്തിൽ അറിയാത്തവരുണ്ടാരെങ്കിലും ബെഡ് റെയിൽസ് എന്താണെന്ന്? മീൻസ് പേഷ്യന്റിന് കിടക്കുന്ന ബെഡില്ല, നമ്മൾ സൈഡില് ബെഡിന്റെ സൈഡിലായിട്ട് ഒരു ഗ്രില്ല് പോലെ ചെയ്തിട്ടുണ്ടാകും പേഷ്യന്റിന്റെ സേഫിന് വേണ്ടിയിട്ട്, വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ബെഡ് റെയിൽസുകൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്യുക. അത് നമുക്കൊരു ഹൈ ടച്ച് സർഫേസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമുക്ക് പറയാം എന്താണ് മൂവബിൾ ആയിട്ടുള്ള ലാമ്പുകളൊക്കെ ഉണ്ടാവില്ല, ചില ലൈറ്റുകളൊക്കെ നമ്മൾ ടേബിളിലേക്ക് വെക്കുന്ന ലാമ്പുകൾ, അങ്ങനെയുള്ള ലാംപ്സുകൾ വെക്കാം. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കഫ്. എന്താണ് ബ്ലഡ് പ്രഷർ കഫ് എന്ന് പറയുന്നത്? എക്യുപ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? BP അപ്പാരറ്റസ് ഇല്ലേ, അതിലെ കഫ് ഏതാണ്? അതിലെ കഫ് എന്ന് പറയുന്നത് BP അപ്പാരറ്റസിലെ കഫ്. നമ്മുടെ കഫിലല്ലേ പ്രഷർ ചെയ്ത് പ്രസ് ചെയ്തിട്ട് നമ്മൾ BP നോക്കി, കഫ്. ഓർക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് നമ്മള് ഹൈ ടച്ച് സർഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്ന് മുകളിലൊന്ന് എഴുതി വെച്ചോളൂ. ഹൈ ടച്ച് സർഫേസ് എന്നുള്ളതിന്റെ മുകളിലായിട്ട് 2 എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കാം. ബെഡ് റെയിൽ എന്ന് എഴുതാം കേട്ടോ. ഒന്ന് ബെഡ് റെയിൽ എന്ന് എഴുതാം. ബെഡ് റെയിൽ എന്ന് എഴുതാം. ദെൻ ബ്ലഡ് പ്രഷർ കഫ്, BP കഫ് എന്ന് എഴുതാം. മൂവബിൾ ലാംപ്സ്. ഇനി പെട്ടെന്ന് നിങ്ങൾ നാളെ നോക്കുമ്പോഴേ എന്താണ് ഹൈ ടച്ച് എന്നൊരു ഐഡിയ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് എഴുതി വെക്കാൻ പറയുന്നത് കേട്ടോ. ഏതെങ്കിലും 2 or 3 ഒന്ന് എഴുതി വെച്ചേക്കും. എഴുതിയോ? മൂവബിൾ ലാംപ്സ്, ബെഡ് റെയിൽസ്, ദെൻ ബ്ലഡ് പ്രഷർ കഫ്. ഓക്കെ, പിന്നെ വായിക്കുമ്പോൾ ഡൗട്ട്സ് ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? To clean and sanitizing high-touch surface in patient rooms and rest rooms. Patient റൂമിൽ ഇങ്ങനെയുള്ള ഹൈടച്ച് ആയിട്ടുള്ള സർഫേസുകളൊക്കെ ക്ലീൻ ചെയ്യുകയും ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക.
ഓക്കെ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ്. സോപ്പ് എന്നാണ് സ്പെല്ലിംഗ്, SOAP എന്നാണ് കേട്ടോ. വായിക്കുമ്പോൾ ക്ലിയർ ആയല്ലോ, ഒന്ന് ഏതാണ് കേട്ടോ. സോപ്പ്. To fill up empty paper towels, soap container and office supplies. ഫില്ലപ്പ് ചെയ്യാണ് എംപ്റ്റി ആയിട്ടുള്ള പേപ്പർ ടവൽസ്. പേപ്പർ ടവൽസ് എന്ന് പറഞ്ഞാല് നമ്മള് ടേബിളും മറ്റും ക്ലീൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ ടവൽസ് ഒക്കെ ഒരു ബൗളിലൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ തീരുകയാണെങ്കിൽ, എംപ്റ്റി ആവുകയാണെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യുക. അതിൽ സോപ്പ് കണ്ടെയ്നർ, നമ്മള് വാഷ്റൂമിലും മറ്റും വെക്കുന്ന സോപ്പില് കണ്ടെയ്നറിലെ സോപ്പുകളൊക്കെ തീരുകയാണെങ്കിൽ ആ സോപ്പ് വെക്കുക. അതുപോലെ തന്നെ ഓഫീസ് സപ്ലൈസ് ഒക്കെ തീരുന്നതനുസരിച്ച് അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നമ്മള് സാനിറ്റൈസറും മറ്റൊക്കെ വെക്കില്ലേ, അതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ തീരുകയാണെങ്കിൽ പുതിയത് എടുത്ത് വെക്കാം. ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ്. പ്രോപ്പർട്ടി എല്ലാം പ്രോപ്പർലി നോക്കാം കേട്ടോ. കുറച്ച് മിസ്റ്റേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും ഈ ചാപ്റ്ററിൽ. അപ്പൊ അതൊന്ന് ഞാൻ പറയുന്നത് അനുസരിച്ചിട്ട് ഒന്ന് തിരുത്തി പോകട്ടോ. പ്രോപ്പർട്ടി എല്ലാം പ്രോപ്പർലി നോക്കാം കേട്ടോ. ടു ഡിസ്പോസ് ഓഫ് ദ ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് നിക്ഷേപിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അല്ലേ. ബയോമെഡിക്കൽ വേസ്റ്റ് എന്നൊക്കെ ചാപ്റ്ററിൽ വളരെ രീതിയിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് കണ്ടെയ്നറിൽ വെക്കുക അല്ലെ. ഷാർപ്പ് വേസ്റ്റുകളും മറ്റു വേസ്റ്റുകളായിട്ടുള്ളതും എന്ത് ചെയ്യാം, ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോഡുകളായിട്ടുള്ള കണ്ടെയ്നറുകളിൽ നിക്ഷേപിക്കുക. ഓക്കെ. അപ്പൊ 3 പോയിന്റുകളാണ് ഒരു ഹൗസ് കീപ്പിംഗിന്റെ ടാസ്കിൽ വരുന്നത്. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട ടാസ്കുകളാണ് 3 പറഞ്ഞത്. To clean and sanitizing, high touch surface എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് ഫില്ലപ്പ് ചെയ്യുക. പേപ്പർ ടവൽസും സോപ്പ് കണ്ടെയ്നർ ദെൻ ഓഫീസ് സപ്ലൈസ് ഒക്കെ തീരുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഫിൽ ചെയ്ത് വെക്കുക. ദെൻ ഡിസ്പോസ് ഓഫ് ദ ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. 3 ടാസ്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 3 ടാസ്ക് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഹൈ ടച്ച് ക്ലിയർ ആയല്ലോ. പോയിന്റ് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതി വെക്കുക. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ പിന്നീട് അത് ഡൗട്ട് വരില്ല. ഓക്കെ. 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ വായിക്കുക കേട്ടോ. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. 3 പോയിന്റ് വായിച്ചു നോക്കുക കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ടാസ്കുകൾ, മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചോദിക്കാം കേട്ടോ. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തല്ലോ 3 പോയിന്റ്, 3 ടാസ്കുകൾ. ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് നോക്കി. അതിന്റെ പ്രധാനപ്പെട്ട 3 ടാസ്കുകൾ. നെക്സ്റ്റ് വൺ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് അല്ലെ. ആവശ്യകത. ഇങ്ങനെ ഒരു ഹൗസ് കീപ്പിംഗിന്റെ ആവശ്യകതയുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞൊരു സർവീസ് വേണോ വേണ്ടയോ? വേണം. ഓക്കെ. എന്തുകൊണ്ടാണ്? എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടൻസ് PDF നോക്കണ്ട കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. എന്തൊക്കെയാണ് അതിന്റെ ആവശ്യകത? ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിംഗ് വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വൃത്തി വേണം. ഓക്കെ. പിന്നെ
ഹൈജീനിക് ആയിരിക്കണം. ഓക്കെ, ആവശ്യകതയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിംഗ് നമുക്ക് വേണം. അതിന്റെ ഒരു പ്രാധാന്യം, പ്രസക്തി എന്താണ് അവിടെ? വൃത്തി വേണം, ഹൈജീൻ വേണം, അത് മാത്രം മതിയോ? വേറെ ഒന്നുമില്ല. ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പേഷ്യൻസിന് മറ്റും ഹെൽപ്ഫുൾ ആണ്. ഡിസീസസ് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് എപ്പോഴും എന്ത് വേണം? ഹൈജീൻ ആയിരിക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, ഇൻഫെക്ഷൻ ഇല്ലാതാക്കാൻ. PDF പോയി നോക്കിയോ? അല്ലെങ്കിലോ സ്വന്തം അഭിപ്രായമാണോ? പേഷ്യൻസിനെ ആകർഷിക്കാൻ. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുക. ഇത്രയൊക്കെയുള്ളൂ. നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ്, അതല്ലേ ജയലക്ഷ്മി ഉദ്ദേശിച്ചത്? പോസിറ്റീവ് ആദ്യം വന്നുള്ളൂ, അങ്ങനെയാണോ? ഞാനൊന്ന് പോസിറ്റീവ് എൻവയോൺമെന്റ് ആക്കി എടുത്തിട്ടോ. ദെൻ നമുക്കിത് നമ്മളുടെ അതിലേക്ക് വരാം കേട്ടോ. ലാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടണം. നല്ല പോയിന്റ് ആണ് കേട്ടോ. ശരിയാണ്, അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ഹൈജീനിക് ആയിരിക്കണം, അല്ലെ? നോക്കാം. അപ്പോ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്, നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണ്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നമ്മളുടെ പാർട്ടിസിപ്പേഷൻ ഇവിടെ വേണ്ടേ? അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് നോക്കാം. ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവിയോൺമെന്റ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോയിന്റ് ആണ്. ശുചിത്വമുള്ളൊരു എൻവിയോൺമെന്റ് എന്ത് ചെയ്യാൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട്. ഇമ്പാർട്ട് ചെയ്യാൻ മീൻസ് നമുക്ക് ലഭിക്കാൻ. ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, എന്താണ് സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. അതായത് നമ്മൾ പറഞ്ഞ പേഷ്യൻസ് വരുമ്പോൾ അവരെ ആകർഷിക്കാറുണ്ട്, അല്ലെ? മീൻസ് നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. ആ ഹോസ്പിറ്റലിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലാണ്, നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു എൻവയോൺമെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. വീണ്ടും നമുക്ക് എന്തെങ്കിലും അസുഖം തേടി വരികയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും, അല്ലെ? Then മൂന്നാമത്തെ പോയിന്റ്, to maintain a high reputation of the hospital. ഹോസ്പിറ്റലിന്റെ ഉയർന്നൊരു പ്രശസ്തി നിലനിർത്താൻ, അല്ലെ? അത് ഈ സെയിം പോയിന്റ് തന്നെയാണ്. നല്ല വൃത്തിയൊക്കെയാണെങ്കിൽ നമ്മൾ പരസ്പരം ഒരു പ്രശസ്തി വരാം ഹോസ്പിറ്റലിൽ. നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയും. നമ്മൾ മോണിറ്ററിംഗ് ഇംപ്രൂവ്മെന്റിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മൾ പരസ്പരം നമുക്ക് നല്ലൊരു അനുഭവമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഫാമിലിക്കും ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്ത് പറഞ്ഞു, ഇല്ലേ? ഓർക്കുന്നുണ്ടോ ചാപ്റ്റർ? അതിൽ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കണില്ല ആ ചാപ്റ്റർ? പേഷ്യന്റ് മോണിറ്ററിംഗിൽ നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്യും, അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ഒരു പ്രശസ്തി കൂട്ടാവുന്നത് ഇതിനുള്ള ഒരു നല്ലൊരു ഹൈജീനിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരാൾ ചെയ്യുന്നു, അപ്പൊ നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിനൊരു പ്രശസ്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇനി നാലാമത്തെ പോയിന്റ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. നിങ്ങൾ പറഞ്ഞു, ആ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസീസസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും പറ്റും. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ മീൻസ് ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹൈജീനിക് ആണെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് പരമാവധി കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ രോഗങ്ങൾ പകരാതെ നമുക്ക് അതിന് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ. ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റിയുടെ, അല്ലെ? നമ്മളുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് കമ്മ്യൂണിറ്റിയുടെ ഒരു എന്താ പറയാ, നമ്മൾക്കൊരു അവരുടെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷകൾ നിറവേറ്റാം. Then maintain high reputation of the hospital, infection control. Reputation, പ്രശസ്തി വർദ്ധിപ്പിക്കുക, then infection control ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 4 ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? 4 പോയിന്റ് ക്ലിയർ ആണോ? ഇമ്പോർട്ടൻസ് 4 പോയിന്റ് നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഇമ്പോർട്ടൻസ് വായിച്ചു നോക്കണോ? അടുത്ത പോയിന്റ് കൂടി പറഞ്ഞിട്ട് വായിച്ചു നോക്കിയാൽ മതിയോ? അല്ലെങ്കിൽ വായിക്കണോ? 4 പോയിന്റ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 4 പോയിന്റ് ഒന്ന് വായിക്കാം. നമുക്കത് വായിച്ചിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്.
സെക്കൻഡ് പോയിന്റ് ആണോ? ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി അല്ലേ? അതായത് സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. സമൂഹത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന്റെ പ്രതീക്ഷയാണ് അവിടെ അല്ലെ? നമ്മൾ ആ ഹോസ്പിറ്റലിൽ നമ്മളൊരു അസുഖമായിട്ട് ചെല്ലുകയാണ്, ആ ഹോസ്പിറ്റലിലോട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ ഉണ്ടാവും അല്ലെ? നമുക്ക് നല്ലൊരു സർവീസ് ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്, നല്ല ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും സേവനമൊക്കെ നമുക്ക് ലഭിക്കും. നമ്മളുടെ ഹോപ്പാണത്, നമ്മളുടെ എക്സ്പെക്ടേഷൻ ആണ് ഇല്ലേ? ആണോ? നമ്മള് മോണിറ്ററിംഗ് നമ്മുടെ ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ട്. സെയിം പോയിന്റ്, നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകും ഇല്ലേ? അപ്പോ ഇവിടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് നല്ലൊരു എൻവിയോൺമെന്റ്, നല്ല വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ എന്താണ്, ആ ഹോസ്പിറ്റലിനോടുള്ള ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കുന്നു. ഓക്കെ, മീൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷ മീറ്റപ്പ് ചെയ്യാം എന്ന് വെച്ചാൽ അത് സാധിക്കുകയാണ് ഹോസ്പിറ്റലുകാര്. ഓക്കെ, അതായത് ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പബ്ലിക്കിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ പോയിന്റ്? മീറ്റപ്പ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സാധിച്ചു കൊടുക്കുന്നത്. നമ്മൾ മീൻസ് ഹോസ്പിറ്റലുകാര് ശുചിത്വമുള്ള എൻവയോൺമെന്റ് പേഷ്യന്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. അപ്പൊ അവന്റെ ഹോപ്പ് മീൻസ് അവന്റെ ഒരു എക്സ്പെക്ടേഷനും അവിടെ മീൻസ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഇപ്പൊ നമ്മള് ഒരു കടയിൽ ചെന്നു, എക്സാമ്പിൾ പറയുന്നത് ഡ്രസ്സ് എടുക്കാൻ നിങ്ങൾ ചെന്നു, നമ്മളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, ഇന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യുമ്പോ നമ്മൾ സെയിം ഉദ്ദേശിച്ച മോഡൽ പോലെ തന്നെയുള്ള ഡ്രസ്സ് മെറ്റീരിയലുകൾ അവിടെ കണ്ടു. അപ്പൊ നമ്മളുടെ ഹോപ്പ് അവിടെ മീറ്റപ്പ് ചെയ്തു. ക്ലിയർ ആയോ? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, നമ്മളുടെ മനസ്സിൽ ഒത്തിരി പ്രതീക്ഷകളായിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും നല്ലൊരു എൻവയോൺമെന്റ് ആണ്, മറ്റു ചികിത്സാപരമായിട്ടുള്ളതും ഡോക്ടേഴ്സിന്റെ സേവനങ്ങളും എല്ലാം നമ്മളുടെ പ്രതീക്ഷകൾ പോലെ തന്നെ. ക്ലിയർ ആയോ? ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഇങ്ങനെ പറയണം അല്ലെ? ഇല്ലേ നിങ്ങൾക്ക് അങ്ങനെ ക്ലിക്ക് ആവോളം തോന്നുന്നു. ആണോ? ചില പോയിന്റ്സിനൊക്കെ നമുക്ക് ഇതുപോലെ എക്സാമ്പിൾ ഒക്കെ ഞാൻ എന്റെ കയ്യിൽ മാക്സിമം എക്സാമ്പിൾ ഇട്ട് തരാറുണ്ട് അല്ലെ? ഓക്കെ, കണ്ടിന്യൂ വായിച്ചോളൂ കേട്ടോ. 4 പോയിന്റ്. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മള് ടാസ്ക് നോക്കി, മെയിൻ ആയിട്ട് 3 ടാസ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ ഇമ്പോർട്ടൻസ് അല്ലെ, ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ദെൻ അടുത്തത് ഒബ്ജക്റ്റീവ്സ് മീൻസ് ലക്ഷ്യങ്ങൾ. എന്താണ് ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, കോമൺ സാനിറ്റേഷൻ. കോമൺ സാനിറ്റേഷൻ, cleanliness and comfortable environment. Comfortable environment എന്നാക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ വെട്ടിക്കൂട്ട് നിങ്ങൾ എൻവയോൺമെന്റ് എന്ന് എഴുതാം. ഇവിടെ സ്പെല്ലിംഗിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട് കേട്ടോ. എൻവയോൺമെന്റ് എന്നാക്കാം കേട്ടോ. ഇതങ്ങോട്ട് വെട്ടിക്കോളൂ. കംഫോർട്ടബിൾ കഴിഞ്ഞിട്ട് ഈ ഒരു വേർഡ് വെട്ടിക്കൊണ്ട് എൻവയോൺമെന്റ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, കോമൺ സാനിറ്റേഷൻ. കോമൺ ആയിട്ട് എല്ലാ ഏരിയകളും സാനിറ്റേഷൻ ചെയ്യുക. ക്ലീൻലിനെസ് അല്ലെ, ശുചിത്വം ചെയ്യുക, ക്ലീൻ ആക്കിയിടുക. ആൻഡ് കംഫോർട്ടബിൾ എൻവയോൺമെന്റ് അല്ലെ, ശുചിത്വമുള്ള അല്ലെങ്കിൽ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. സാനിറ്റേഷൻ ചെയ്യണം, ക്ലീൻ ചെയ്യാം, ദെൻ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. ഡെവലപ്പിംഗ് പൊളൈറ്റ്, reliable and friendly and pleasant. ഇവിടെ പ്ലസന്റ് ഒന്ന് വെട്ടിക്കൊണ്ടൊന്ന് അറ്റ്മോസ്ഫിയർ നോക്കാം കേട്ടോ. ഞാൻ വായിക്കാം, അതനുസരിച്ചിട്ടൊന്ന് തിരുത്തി എഴുതണേ. ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി കഴിഞ്ഞിട്ട് അറ്റ്മോസ്ഫിയർ നോക്കാം. ആൻഡ് പ്ലസന്റ് എന്നുള്ളത് ഒന്ന് വെട്ടിയേക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അറ്റ്മോസ്ഫിയർ എന്ന് എഴുതാം. ഒരു ഫസ്റ്റ് പേജിലാണ് കറക്ഷൻസ് കുറച്ച് വന്നിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകണം. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എഴുതാട്ടോ. ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ആൻഡ് പ്ലസന്റ് വേണ്ട, അവിടെ നമുക്ക് സെന്റൻസിനോട് യോജിക്കില്ലാതെ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എഴുതാം. ഓക്കെ, എഴുതിയോ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് വായിക്കാം. ഡെവലപ്പിംഗ് പൊളൈറ്റ് അല്ലെ, ഡെവലപ്പ് ചെയ്യാം ഒരു പൊളൈറ്റ്, ഒരു മര്യാദ മീൻസ് സ്റ്റാഫുകളോടും
സോറി പേഷ്യൻസിനോട് മറ്റും പെരുമാറാൻ മര്യാദ ഒരു മര്യാദ അല്ലെ, അതൊന്ന് ഡെവലപ്പ് ചെയ്യുക. മീൻസ് മറ്റുള്ളവരോട് സംസാരിക്കാൻ പെരുമാറാനൊക്കെ ഉള്ളൊരു ഡെവലപ്പ് ചെയ്യുക. ദെൻ റിലയബിൾ. റിലയബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വിശ്വസനീയം, ഒരു വിശ്വസ്തമായിട്ടുള്ളൊരു ഇതായിരിക്കണം. ഇപ്പൊ നമ്മൾ ലോണ്ടറി നമ്മൾ പറഞ്ഞു അല്ലെ, റിലയബിൾ ആയിട്ടുള്ളതായിരിക്കണം സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗും ഒരു വിശ്വാസമുള്ള സർവീസ് ആയിരിക്കണം. അതായത് അവർ ചെയ്യുന്ന വർക്കിൽ വേറെ ഒരു എന്താ പറയാ കൃത്യമൊന്നും കാണിക്കാൻ പാടില്ല. പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. വിശ്വസനീയമായിരിക്കണം. ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഹൗസ് കീപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫുകൾ ചെയ്യേണ്ടത്, സ്റ്റാഫുകൾ പൊളൈറ്റ് ആയിട്ട് അല്ലെ മര്യാദയോട് കൂടി പെരുമാറാനും അതൊരു വികസിപ്പിച്ചെടുക്കണം. അതുപോലെ വിശ്വാസമുള്ള ഒരു സ്റ്റാഫുകൾ ആയിരിക്കണം. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഒന്നും രണ്ടും ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ പറഞ്ഞത് ഏതായിരുന്നു? കോമൺ സാനിറ്റേഷൻ അല്ലെ, പൊതുവായിട്ട് എല്ലാ സാനിറ്റേഷൻ ചെയ്യണം, ക്ലീൻനെസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആണ് ശ്രദ്ധിക്കുക. സാനിറ്റേഷൻ ചെയ്യുക, എല്ലാ ഏരിയകളും നമ്മൾ സാനിറ്റേഷൻ ചെയ്യില്ലേ? അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക, ക്ലീൻലിനെസ്, ക്ലീൻ ശുചിയായിട്ട് ചെയ്യുക. അതുപോലെ കംഫോർട്ട് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ്, അതായത് ശുചിത്വം വെൽ ഹൈജീനിക് ആയിട്ട് ഫുൾ സാനിറ്റൈസ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. സാനിറ്റൈസർ ചെയ്യുക, ക്ലീനിങ് ചെയ്യുക. ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഡെവലപ്പിംഗ് പൊളൈറ്റ്, ഒരു മര്യാദ വികസിപ്പിക്കുക. മീൻസ് പെരുമാറാനായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു രീതി. ഇപ്പൊ ഹോസ്പിറ്റൽ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ചിലപ്പോ ഹൗസ് കീപ്പിങ്ങിനുള്ള ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. നല്ല മര്യാദയോട് കൂടി തന്നെയാണ് അവർ പെരുമാറാറുള്ളത്. ആണോ? നിങ്ങൾക്ക് അങ്ങനെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ റൂമിലൊക്കെ അഡ്മിറ്റഡ് ആകുമ്പോഴും അവർ ക്ലിനിക്കിന് മറ്റും റൂമിലൊക്കെ വരാറുണ്ട്. നമ്മളോട് നല്ല പൊളൈറ്റ് ആയിട്ടല്ലേ സംസാരിക്കുന്നത്? ഇൻ കേസ് അഡ്മിറ്റ് ആകുമ്പോഴൊക്കെ നമുക്കറിയാം അല്ലെ, ഇപ്പൊ അവര് ഷീറ്റ് മാറ്റാനോ അല്ലെങ്കിൽ ക്ലിനിക്കിലേക്ക് വരാറുണ്ട് സ്റ്റാഫുകൾ അല്ലെ. അപ്പൊ എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം? ഭയങ്കര ദേഷ്യപ്പെട്ടാണോ പെരുമാറുന്നത്? ആണോ? 80% പൊളൈറ്റ് ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത് അല്ലെ. അതെ, പോസിറ്റീവ് ആയിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഡെവലപ്പ് ചെയ്യാവുന്നത് മീൻസ് പെരുമാറാനായിട്ടുള്ള ഒരു പൊളൈറ്റ്, ഒരു മര്യാദ ഡെവലപ്പ് ചെയ്യുക. റിലയബിൾ, ഒരു വിശ്വസനീയമായിരിക്കണം അവരുടെ വർക്കും കാര്യങ്ങളും. ചിലവർ ഇതുപോലെ എന്തോ മീൻസ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലല്ല, നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അത് പോസിറ്റീവായിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. അല്ലാതെ ജസ്റ്റ് ശമ്പളം കിട്ടുന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മൾ എന്തോ ഒരു പേരിന് കഴിച്ചു കൂട്ടി ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെയല്ല, വിശ്വസനീയം ആയിരിക്കണം. ദെൻ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. ഓക്കെ, രണ്ട് പോയിന്റ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹോർട്ടിംഗ് റിലേഷൻ. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹോർട്ടിംഗ് റിലേഷൻ. ഹോർട്ടിംഗ് റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധം. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്? മീൻസ് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഹോസ്പിറ്റലിനുള്ളിൽ അല്ലെ. ഉള്ളിൽ തന്നെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ലോണ്ടറി പറഞ്ഞു, അപ്പൊ ഈ ഹൗസ് കീപ്പിംഗുകാരും ലോണ്ടറിക്കാരും തമ്മിലൊക്കെ നല്ലൊരു എന്താ പറയാ, അതുപോലെ ഇപ്പൊ സ്റ്റാഫ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒരു സെക്ഷൻ ഉണ്ടാകും അല്ലെ. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും നല്ലൊരു റിലേഷൻ ഒന്ന് കോർപ്പറേറ്റ് ചെയ്ത് പോകാം. അല്ലാതെ പരസ്പരം അങ്ങനെയെങ്കിലും പാര വെച്ച് അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പരസ്പരം കോർപ്പറേറ്റ് ചെയ്തിട്ട് നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു ഹോർട്ടിംഗ് റിലേഷൻസ്, ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻസ് കീപ്പ് ചെയ്ത് പോവുക. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ്, എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് അല്ലെ. സേഫ്റ്റി സ്റ്റാഫിനും പേഷ്യൻസിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും. പേഷ്യൻസിന് വിസിറ്റേഴ്സ് ഒക്കെ വരെയല്ലോ, അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക? സേഫ്റ്റി, സുരക്ഷ പ്രൊവൈഡ് ചെയ്യുക, ഉറപ്പുവരുത്തുക. ദെൻ സുരക്ഷ എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു വെൽ ഹൈജീനിക് ആയിരിക്കുക, ക്ലീൻ ആയിരിക്കുക. ദെൻ ഡിസീസസും മറ്റും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുക. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ്, ക്വാളിറ്റി റിസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ് അല്ലെ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി, ഗുണനിലവാര നിയന്ത്രണം. ക്വാളിറ്റി മീൻസ് ലാബിന്റെ കാര്യം പഠിച്ച് ഓർക്കുന്നുണ്ടോ? ക്വാളിറ്റി ചെയ്യേണ്ട കാര്യങ്ങള്, ക്വാളിറ്റി അഷുറൻസ് അല്ലെ. ക്വാളിറ്റി റിസ്ട്രെയിനിങ് ചെയ്യുക, ഗുണനിലവാര നിയന്ത്രണം. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകൾ സാനിറ്റൈസ് ചെയ്യുക.
നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ അല്ലെ, പല ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എക്യുപ്മെന്റിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഇപ്പൊ ബി പി അപ്പാരറ്റസ്, തെർമോമീറ്റർ, അങ്ങനെയുള്ള ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടും സാനിറ്ററി ചെയ്യണം. ആൻഡ് ക്ലീനിങ് ഏജന്റ്സ് അല്ലെ, ഏജന്റുമാരുണ്ടാവുമല്ലോ, ക്ലീനിങ് ഏജന്റുമാരെ എന്ത് ചെയ്യുക, ഈ എക്യുപ്മെന്റ്സുകളും മറ്റും സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഗുണനിലവാരം നിയന്ത്രണം ചെയ്യണം. മീൻസ് എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി ഉണ്ടോ, ക്വാളിറ്റി അഷുറൻസ് പഠിച്ചിട്ടുണ്ടോ ചാപ്റ്റർ? ക്വാളിറ്റി ആയിട്ടുള്ളതാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഏജന്റ് കൃത്യമായിട്ടും ഉറപ്പുവരുത്തുക. അതുപോലെ എക്യുപ്മെന്റ്സുകള് സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് വൺ, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് വേണം, ഫീഡ്ബാക്ക്. മീൻസ് ആ ഫീഡ്ബാക്ക് സൂക്ഷിക്കണം. നമ്മൾ ലോണ്ടറിയിലും പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങള്, ലോണ്ടറിയുടെ ചെയ്യുന്ന കാര്യങ്ങളുടെ അനുസരിച്ചിട്ട് അവരുടെ ഒരു റെക്കോർഡും രജിസ്റ്ററും ഇതൊക്കെ ഉണ്ടാവണം അല്ലെ. ഓർക്കുന്നുണ്ടോ ആ പോയിന്റ്? ആരും ഓർക്കണില്ലേ അല്ലെ? നമ്മൾ പഠിച്ചില്ലേ, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലും ഒരു രജിസ്റ്റർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഉണ്ടാകും. അവർ ലോണ്ടറി ചെയ്യുന്നത് ഓരോ ദിവസം ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു, സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ്, ചിലപ്പോൾ സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാകാം അല്ലെ. അപ്പോ അതുപോലെ തന്നെയാണ് ഹൗസ് കീപ്പിംഗിലും വരുന്നത്. അപ്പോ ഹൗസ് കീപ്പിംഗിൽ അവിടെയുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. സിമ്പിൾ ആണ്, പോയിന്റ്സ് ചിലപ്പോൾ ഒത്തിരി വളച്ചൊടിച്ച് തന്നിരിക്കുന്നുള്ളൂ. നമ്മളുടേതായ രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. വായിച്ചു നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് 6 ഒബ്ജക്റ്റീവ് ആണ്. 6 കൃത്യമായിട്ടും പഠിക്കണം. പോയിന്റ്സുകളാണ്, മനസ്സിലാക്കി പഠിക്കാം നിങ്ങൾ. പരിഹാട്ട് ചെയ്യുമ്പോ നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ പരിഹാട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 10 പ്രാവശ്യം വായിച്ചാൽ കിട്ടും, അത് ഉറപ്പാണ് കിട്ടും. പക്ഷെ അതൊരു കൂടി വന്നാൽ ചിലപ്പോൾ 2 ആഴ്ചയോളം നമ്മളുടെ മൈൻഡിൽ അത് നിലനിൽക്കുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. നമ്മളത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ അത് സ്റ്റോർ ആണത്. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. വായിക്കുമ്പോ തന്നെ ഒരു 50% അത് പഠിച്ചിരിക്കണം. ഓക്കെ, മാക്സിമം നമുക്ക് പറ്റുന്ന എളുപ്പമുള്ള പോയിന്റ്സ് ഒക്കെ എടുത്ത് നിങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അത് റിവിഷൻ ചെയ്യുമ്പോൾ ഈസി ആയിട്ടത് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും.
കംപ്ലീറ്റ് ചെയ്തോ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിക്കണോ നിങ്ങള്? ക്ലിയർ ആണല്ലോ പോയിന്റ്സ്? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ലൊക്കേഷൻ. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അതിന്റെ ലൊക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ലോണ്ടറി ലൊക്കേഷൻ എവിടെയായിരുന്നു? ലോണ്ടറി ലൊക്കേഷൻ ഇടക്കിടക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അറിയണ്ടേ? ലോണ്ടറി ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, ഒരാൾക്ക് മാത്രം ഓർമ്മയുള്ളൂ, കഴിഞ്ഞ ചാപ്റ്റർ ആയിരുന്നില്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ചാപ്റ്റർ എന്നുള്ള ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാലോ. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ നോക്കാം. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തുന്നു. So maybe situated in a non-prime area. Underline ചെയ്യാ. Situate ചെയ്യുന്നത് non-prime area ആണ്. അത് ഏത് ഫ്ലോറിലാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു non-prime area ആണെന്ന്. ഓക്കെ, ഇപ്പൊ non-prime എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മീനിങ്? Non-prime ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ? പ്രധാന മേഖലയായിരിക്കോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള മേഖലയാണോ? Non-prime area എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ഏരിയ അല്ലെ? ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ക്ലീനിങ് ഒക്കെയാണല്ലോ, ബാക്ക് സൈഡ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് അല്ലെ? മീൻസ് ഫ്രണ്ട് എൻട്രൻസിന്റെ അവിടെ ഒന്നും ഒരിക്കലും വരില്ല അല്ലെ? അപ്പൊ അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയ നോൺ പ്രൈം ഏരിയ. അണ്ടർലൈൻ ചെയ്യാം, നോൺ പ്രൈം ഏരിയ. It should be as far possible centrally located and close to vertical transport system to make way for easy movement of housekeeping materials and equipment. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ സിറ്റുവേറ്റ് ചെയ്തത് ഒരു നോൺ പ്രൈം ഏരിയയിൽ ആയിരിക്കും. ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ഏരിയയിലായിരിക്കും അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഫാർ പോസിബിൾ അല്ലെ? ഇതൊരു സെൻട്രൽ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തത് ഒരു കേന്ദ്രീകൃതം ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലോസ് ടു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ അടുത്തായിരിക്കണം. കാരണം ഈ നമ്മൾ ഹൗസ് കീപ്പിംഗിനായിട്ടുള്ള മെറ്റീരിയൽസും എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ വലിയ വലിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ വാക്യൂം ക്ലീനർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആ ഒരു അടുത്തുണ്ടായിരിക്കണം. ഈ എന്താണ് ഈ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാല്? അതായത് ഈ എക്യുപ്മെന്റുകൾ കൊണ്ടുപോകാനായിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ളത്, അതായത് സ്റ്റെപ്പുകളിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. മീൻസ് വളഞ്ഞു പോയാൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലില് മിക്ക ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും. ഈ സ്റ്റെയർവേസ് അല്ലാതെ തന്നെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു, മീൻസ് സ്റ്റെയർ അല്ല ഉദ്ദേശിക്കുന്നത്, ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഒരു സ്ലോപ്പ് ആയിട്ടുള്ളത് നമ്മൾ ഇൻക്ലൈൻഡ് ഒക്കെ പോലെ തന്നെ. അതായത് ഇതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു ഏരിയക്ക് അടുത്തായിരിക്കണം, ക്ലോസ് അതിനോട് ചേർന്നിട്ടായിരിക്കണം നമ്മളുടെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാകുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ലോഷനും മറ്റും മറിച്ചതും അതുപോലെ തന്നെ എന്താണ് ഈ വാക്യൂം ക്ലീനറും അങ്ങനെയുള്ള കുറച്ച് മെഷീൻസും പൊടിയെടുക്കുന്ന സംഭവങ്ങളും അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കണം. അതാണ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഇൻക്ലൈൻഡ് പ്ലെയിൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് മീൻസ് നമ്മൾ ഈ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകില്ലേ, ആ ഒരു സെക്ഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ മാക്സിമം അത് പറഞ്ഞത് എക്യുപ്മെന്റ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് തന്നെ വെർട്ടിക്കൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏരിയയുടെ അടുത്തായിരിക്കണം ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ലൊക്കേഷൻസിൽ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നോൺ പ്രൈം ഏരിയയിലാണ്. ദെൻ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ക്ലോസ് ആയിട്ടായിരിക്കണം. നോൺ പ്രൈം ഏരിയ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലൊക്കേഷൻ. ഇനി നെക്സ്റ്റ് ഈ ഒരു സെക്ഷനും കൂടെ ഒന്ന് നമുക്ക് എടുത്തേക്കാം. ഓർഗാനോഗ്രാം. എന്താ ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഓർഗാനോഗ്രാം
ജസ്റ്റ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയില്ലേ, അത് തന്നെ. അതായത് സ്ട്രക്ചർ, ഇപ്പൊ നമ്മൾ ലബോറട്ടറി പഠിച്ചു, അവിടെ ഒരു ഹൈറാർക്കി സ്ട്രക്ചർ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ലബോറട്ടറി മാനേജർ വരും, എക്സിക്യൂട്ടീവ് വരും, ഡയറക്ടർ വരും, അല്ലെങ്കിൽ സൂപ്പർവൈസർ, MIT, അങ്ങനെ ഒരു ഘടന, ഒരു സ്ട്രക്ചർ പഠിച്ചു അല്ലെ? അപ്പോ അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ആണ് ഈ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഘടനയാണ് നോക്കാം. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. നോക്കാം, ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ്സ് ചെയ്യുന്ന വ്യക്തിയാണ് ഹൗസ് കീപ്പ് മാനേജർ. ഹി ഓർ ഷീ, he or she should be able to form, control and develop housekeeping services in the hospital. അദ്ദേഹമാണ് മാനേജർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ ഇരിക്കുന്ന ആളാണ്. സോ ഷുഡ് ബി ഏബിൾ ടു ഫോം ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നൊരു ആ ഒരു ടീമിന് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, ദെൻ ഡെവലപ്മെന്റ് വികസിപ്പിക്കുക, അവരുടെ പ്രവർത്തനങ്ങളും മറ്റും ഹോസ്പിറ്റലിന്റെ ഹൗസ് കീപ്പിംഗ് പ്രവർത്തനങ്ങളെ ഡെവലപ്പ് ചെയ്യുക, ആ ഒരു ടീമിനെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുക, ദെൻ അത് രൂപീകരിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. നോക്കാം, ട്രെയിനഡ് ആൻഡ് acquainted with the housekeeping procedures അല്ലെ? അദ്ദേഹം സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ ട്രെയിനഡ് ആയിരിക്കും. അതുപോലെ തന്നെ acquainted മീൻസ് എക്സ്പീരിയൻസ്ഡ് എന്നാണ് അതിന്റെ അർത്ഥം. പരിചയമുള്ള, ട്രെയിനഡ് ആയിട്ടുള്ള, പരിചയമുള്ള ഒരു ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള, പരിചയമുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫ്ലോർ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. Then able to manage the housekeeping staff അല്ലെ? അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത് സൂപ്പർവൈസർ ആണ്. ഒരു മേൽനോട്ടം വഹിക്കുക എന്ന് പറയും. സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് എന്താണ്? സൂപ്പർവൈസ് ചെയ്യുക, ഒരു മേൽനോട്ടം വഹിക്കുക. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്, താഴെത്തട്ടിൽ വരുന്ന എംപ്ലോയീസുകൾ. മോസ്റ്റ്ലി ഇൻഎക്സ്പോർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അവരധികം എക്സ്പോർട്ട് ഒന്നും ആയിരിക്കില്ല സ്റ്റാഫുകൾ അല്ലെ? ഇൻഎക്സ്പോർട്ട് ആണ് അവര്. സോ ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും. അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറഞ്ഞൊരു സാലറി ആയിരിക്കും, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാലറി ആയിരിക്കും അവർക്ക്. Then must be familiar with the housekeeping procedures by training and educations. അല്ലെ? ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങൾ അവർക്ക് എന്താണ് മീൻസ് അവരുടെ വർക്കിലൂടെയാണ് അവർ എക്സ്പീരിയൻസ്ഡ് ആകുന്നത്. അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റാഫാണ്, കുറഞ്ഞ ശമ്പളമാണ് അവർക്ക് ലഭിക്കുന്നത്. ദെൻ അവര് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്, അവർ നടപടിക്രമങ്ങൾ ചെയ്യും. ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതിലൂടെയാണ്, അവർ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് ട്രെയിനിങ്ങും അതുപോലെ അതിനെ കുറിച്ചിട്ടുള്ള അറിവും ലഭിക്കുന്നത്. വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല, അതിനാൽ തന്നെ അവർക്ക് സാലറി കുറവായിരിക്കും. അവർ ചെയ്യുന്ന വർക്കിലൂടെയാണ് അവർ എക്സ്പീരിയൻസ്ഡ് ആകുന്നത്. ഓക്കെ, മൂന്നെണ്ണോട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മാനേജർ ആണ് ഫസ്റ്റ് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഫോം ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ സൂപ്പർവൈസർ, ഇവിടെ എന്താണ്? ട്രെയിനഡ് ആണ്, പിന്നെ എന്താണ്? ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ അറിയാം, സ്റ്റാഫിനേക്ക് മാനേജ് ചെയ്യുന്നു. സ്റ്റാഫ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർ വലിയ എക്സ്പേർട്ട് ഒന്നുമില്ല, അവർക്ക് തുച്ഛമായിട്ടുള്ള ഒരു സാലറിയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന വർക്കിലൂടെയാണ് അവർക്ക് എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. ലൊക്കേഷൻ വായിച്ചില്ലല്ലോ, ലൊക്കേഷൻ തുടങ്ങി വായിക്കണം കേട്ടോ. ലൊക്കേഷൻ തുടങ്ങി വായിക്കുക. നോൺ പ്രൈം ഏരിയ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഓർഗാനോഗ്രാം സ്ട്രക്ചർ വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നമ്മള് ഇത്രയും മതിയോ? നെക്സ്റ്റ് ഇനി ഫെസിലിറ്റീസ് ആണ്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കംപ്ലീറ്റ് ആവില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്താല്. ഇത്രയും മതിയോ? ബോറടിച്ചോ? ഫെസിലിറ്റീസ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കണോളൂ കേട്ടോ. അപ്പൊ നോക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് നടക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. നമ്മുടെ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ സംബന്ധിച്ചിട്ടുള്ള ക്ലിനിക് ശുചീകരണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൗസ് കീപ്പിംഗ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ സർവീസ് എന്നാണ്. ദെൻ അതിന്റെ 3 ടാസ്കുകൾ നമ്മൾ പറഞ്ഞു. ഹൈ ടച്ച് ആയിട്ടുള്ള സർവീസുകൾ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ദെൻ ഫിൽ അപ്പ് ചെയ്യുക. സോപ്പ് കണ്ടെയ്നർ, ഓഫീസ് സപ്ലൈസ് ഒക്കെ ചെയ്യുക, ഫിൽ അപ്പ് ചെയ്യുക, ദെൻ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഡിസ്പോസൽ ചെയ്യുക. ദെൻ അതിന്റെ പ്രാധാന്യം, ഇങ്ങനെ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് കൊണ്ടുള്ള പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ദെൻ ലൊക്കേഷൻ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് നോൺ പ്രൈം ഏരിയയിലാണ് അതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ഇനി ഓർഗാനോഗ്രാമില് 3 ടൈപ്പ്: ഹൗസ് കീപ്പർ, മാനേജർ, ദെൻ സൂപ്പർവൈസർ, ദെൻ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഇതുവരെയാണ് നമ്മൾ എടുത്തത്. എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ചെയ്യാം. പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇനി പോർഷൻസ് എത്ര ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് പെൻഡിങ്? ഇത് ഞാൻ എടുക്കുന്നതിൽ ഹൗസ് കീപ്പിംഗ് ഇപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. ദെൻ രമ്യ മിസ് എടുക്കുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ? ആണോ? കംപ്ലീറ്റ് ആയോ? മിസ് എടുക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ഇപ്പോ. കൂടാതെ ഇനി 2 ചാപ്റ്റർ എടുക്കാറുണ്ട്. ഇങ്ങനെയാണോ? ഓക്കെ, ഫ്രഷ് ആയിട്ട് 2 എണ്ണം സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ. ഓക്കെ, ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? ഒന്നും എടുക്കാത്തത് ഏതൊക്കെയായിരുന്നു? 2 ചാപ്റ്ററുകൾ ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ആണോ? വിശ്രാമത്തിന്റെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് കഴിയും കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് ഒന്നും ആയിട്ടില്ല. ഓക്കെ, ഇനി പുതിയതായിട്ട് എടുക്കാനുള്ളത് 2 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളത്? ഓക്കെ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണോ? ബേസിക് ഓഫ് കമ്പ്യൂട്ടറും റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും അല്ലെ? ഓക്കെ, അപ്പോ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുള്ളൂ. അപ്പോ എക്സാമിന്റെ ഡേറ്റിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട, പഠിച്ചു തുടങ്ങാം കേട്ടോ. നമുക്കറിയാലോ 4th 3rd ഒക്കെ ഇച്ചിരി കുറച്ച് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ, സിമ്പിൾ ആയിരിക്കും. നമ്മൾ പഠിക്കാം, നമ്മളുടെ ഭാഗത്ത് നമ്മൾ പഠിക്കാം. എങ്കിലും നമുക്ക് എക്സാം അതൊക്കെ ബുദ്ധിമുട്ടാണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലാസ് കേൾക്കുന്നത് ഒരു ഓർമ്മയ്ക്ക് മതി. നിങ്ങൾക്ക് ഇവരെ എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഓരോ ക്ലാസ്സും അങ്ങനെ എല്ലാവരും മീൻസ് ജോലിക്കൊക്കെ ഉള്ളവര് പോലെ റെക്കോർഡ് ക്ലാസ് ഒക്കെയാണ് കാണുന്നത്. അപ്പൊ പഠിക്കാതെ നമ്മൾ പോയിട്ട് അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാറുണ്ട്, ചിലതൊക്കെ നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുമ്പോ
ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് വിടും. അതൊരു ടെൻഡൻസിയാണ് നമ്മളുടെ, അല്ലെ? പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും പഠിക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പറ്റണില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒരു 5 പ്രാവശ്യം നിങ്ങൾ ഒന്ന് വായിച്ചു വിട്ടേക്കും. ബാക്കി നമുക്ക് എന്തായാലും ഓപ്ഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഒന്നും വായിക്കാതെ പോയിട്ടുള്ളവരാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ എക്സാമിന്റെ ടൈം ഒക്കെ ഉണ്ട്, പഠിക്കുക. ഒരുപാട് നമ്മുടെ പോർഷൻസ് കഴിയുന്നതനുസരിച്ചിട്ട് ആ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും എക്സാമിന്റെ ഡേറ്റ് ഒക്കെ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പഠിക്കുക, പഠിച്ചു തുടങ്ങാം. ഇനി പഠിക്കാത്തവര് അതിനു വേണ്ടി മാറ്റി വെക്കുക, സമയം കുറച്ച് കണ്ടെത്താം. ഡെയിലി 1 മണിക്കൂറെങ്കിലും കണ്ടെത്താം, സിറ്റുവേഷൻസ് പോലെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.